മൺ സ്റ്റാർ സിംഗർ ജൂനിയറിലെ സെമി ഫൈനൽ സ്റ്റേജിന്റെ ഒരു ഇവാലുവേഷൻ നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. സുജാത ചേച്ചി. ഞങ്ങൾക്ക് ഈ 5 പേരും ഞങ്ങളുടെ സ്വന്തം കുട്ടികളെ പോലെ തന്നെയാണ്. ഇത് ആരോട് പ്രത്യേക സ്നേഹമല്ല, എല്ലാവരും വെരി വെരി ക്ലോസ് ടു ദ ഹാർട്ട്. ചെല്ലം തമിഴിൽ പറയും ചെല്ലപ്പിള്ളൈകൾ എന്നത്, ചെല്ലക്കുട്ടികളാണ് ഇവര്. ഈ റൗണ്ടിൽ പക്ഷെ 2-3 റൗണ്ട്സ് ആയിട്ട് ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്ന 1-2 പേര് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്തുയർന്നിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. പല കാരണങ്ങൾ കൊണ്ടാവാം, ഹെൽത്ത് റീസൺസ് ഉണ്ട്. ഇത് ഈ ഒരു ഭാഗ്യം എന്നൊരു ഫാക്ടർ വളരെയധികം വർക്ക് ചെയ്യണ ഇതാണ് ഇങ്ങനത്തെ കോമ്പറ്റീഷൻ. അപ്പോൾ അത് ഹെൽത്ത് റീസൺസ് കൊണ്ടാവാം. കുറച്ച് പ്രാക്ടീസ് മറ്റുള്ളവരെക്കാട്ടും നമ്മൾ വിചാരിക്കേണ്ടാവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർ നമ്മളെക്കാട്ടും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു ഇത് കൊണ്ടാവാം. അങ്ങനെ പല ഫാക്ടേഴ്സും കൊണ്ടാണ്. അതിന് നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല അവരെ. ഇത് അവരൊരു സ്റ്റെപ്പായിട്ട് വിചാരിച്ച് കൂടുതൽ നന്നാക്കാൻ നോക്കുക. പേരൻസിൻ്റെ അടുത്ത് നല്ല റെസ്പെക്റ്റോടുകൂടി ഇരിക്കുക. ഡെഫിനറ്റ്ലി യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ, അത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എപ്പോഴും പറയാറുള്ളതാണ്. 5 കുട്ടികളും എക്സ്ട്രാ ഓർഡിനറി കേപ്പബിലിറ്റീസ് ഉള്ള കുട്ടികളാണ്. സോ എങ്ങനെ ഇനി ഫൈനൽസിലേക്ക് പോകുമ്പോൾ എങ്ങനെ പെർഫോം ചെയ്യണു അതനുസരിച്ചാണ് റിസൾട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങളുടെ കപ്പാസിറ്റി നോക്കുമ്പോൾ ഈ 5 പേരും തുല്യ ലെവലിൽ കപ്പാസിറ്റി ഉള്ള കുട്ടികളാണ്. താങ്ക് യു സുജാത ചേച്ചി. വേണോട്ടോ. എനിക്ക് ശ്വേത പറഞ്ഞൊരു കാര്യം വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. വടകരയിലെ ഉള്ളിലൊരു ഗ്രാമത്തിൽ നിന്ന് വരികയും കൃത്യമായിട്ട് പെരുമാറാൻ അറിയാതെയും ഇരുന്ന ഒരു കൊച്ചുകുട്ടി ഇവിടെ വന്ന് സംഗീതത്തിലൂടെ തന്നെ തിരിച്ചറിയുകയും കോൺഫിഡൻസ് കിട്ടുകയും മറ്റു പലരുമായിട്ട് വളരെ ബോൾഡായിട്ട് ആ ഒരു സമ്പർക്കം ഉണ്ടാക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായി എന്ന് പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പെട്ടെന്ന് ആലോചിച്ചു വരുന്നു, എൻ്റെ തുടക്കം ഞാൻ ആലോചിച്ചു വരുന്നു. കൊച്ചിലെ ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണ് ജനിച്ചു വളർന്നത്. അമ്മയുടെ സൈഡിൽ എല്ലാവരും പാട്ടുകാരായിരുന്നു. ആകാശവാണിയിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ സംഗീത സംവിധായകരായിട്ടും കൊച്ചിലെ സംഗീതമായിട്ടും ഒക്കെ അടുപ്പമുണ്ടായിരുന്നു. പിൽക്കാലത്ത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഈ ബന്ധങ്ങളും വീട്ടിൽ നിന്നുള്ള സാഹചര്യവും ഹാപ്പനിങ് പ്ലേസ് തിരുവനന്തപുരം ആയിരുന്നു അന്ന് എല്ലാത്തിൻ്റെയും ഹാപ്പനിങ് പ്ലേസ്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഞാൻ സംഗീത രംഗത്ത് വന്നത്. പക്ഷേ ഏഷ്യാനെറ്റ് തുറന്നു കൊടുത്തിരിക്കുന്ന വാതായനങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണത്. ഒരു ചാനൽ പെട്ടെന്ന് കുറേ ടാലൻസിനെ ലോകത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുത്തുകയാണ്. അവർക്ക് കഴിവുള്ളത് കൊണ്ട് മാത്രം അവർ പ്രശസ്തിയുടെ പടവുകൾ കയറുകയാണ്. അനുദിനം അവരുടെ പ്രശസ്തി കൂടുകയാണ്. അവരുടെ മുകളിലുള്ള സ്ട്രെസ്സ് കൂടുകയാണ്. ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ വയ്യാത്ത സ്ട്രെസ്സാണ് ഇതിനകത്ത്. ഞങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് പോളിഷ് ചെയ്ത് ഗ്രൂം ചെയ്ത് ലോകത്തിലെ സംഗീത പ്രേമികളിലൂടെ വളർത്തിയെടുത്ത കുട്ടികളിൽ ഒരാളെ വേണ്ടാന്ന് പറഞ്ഞ് കളയാനുള്ള ഒരു പ്രയാസം അത് എങ്ങനെ പറഞ്ഞ് അറിയിക്കണമെന്ന് അറിയില്ല. അത്രമാത്രം വിഷമമായിരിക്കും ഞങ്ങൾക്ക്. അത് ആ തീരുമാനം എന്താണെങ്കിലും അത് വളരെ കഠിനമാണത്. ഞങ്ങളെ അത് വല്ലാണ്ട് മതിക്കുന്ന ഒരു പ്രശ്നമാണത്. പക്ഷെ ഇങ്ങനെ ആണെങ്കിലും ഇതിൻ്റെ ആ പ്രോസസ്സിലൂടെ നമ്മൾ പോയേ പറ്റുള്ളൂ. ശ്വേത പറഞ്ഞ കാര്യം, ആദ്യം പറഞ്ഞു തുടങ്ങിയ കാര്യം, വടകരക്കടുത്ത് കല്ലാച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ആദ്യമായിട്ട് സംസാരിക്കാൻ, ആളുകളുടെ മുഖത്ത് നോക്കി പോലും സംസാരിക്കാൻ സാധിക്കാതിരുന്നൊരു കുട്ടി അല്ലെങ്കിൽ കുട്ടികൾ ഇന്ന് നിങ്ങൾക്ക് ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ സാധിക്കുന്നു. നിങ്ങൾ വളരെ പോസിറ്റീവായിരിക്കുന്നു. ജീവിതം എന്താണ് എന്നുള്ളത് കുറച്ചെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങൾ സ്വയം സമ്മതിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചേച്ചിയും വേണുവേട്ടനും ഈ ഞാനും അടക്കം ധന്യമായൊരു നിമിഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മുഹൂർത്തം കൂടിയായിരിക്കും ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിജയിക്കാൻ പഠിക്കുന്നതോടൊപ്പം തന്നെ തോൽക്കാനും കൂടി പഠിക്കുക എന്നുള്ളതാണ്. അതും ഒരു പാഠമാവണം. കാരണം നിങ്ങൾ നോക്കേണ്ടത് ഒരു പുഴയിലേക്കാണ്. പുഴ എന്ന് പറയുന്ന സമയത്ത് ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നാണ് ഒഴുകി വരുന്നത്, അല്ലേ? അവിടെ മഞ്ഞ് പെയ്യുന്ന പർവ്വതമാണ്. അവിടെ നിന്ന് ഒഴുകി വരുന്നു. അവിടെ പുൽച്ചെടികളുണ്ട്, മരച്ചില്ലകളുണ്ട്. അതിലൊക്കെ തട്ടിയാണ് പുഴ ഒഴുകി തുടങ്ങുന്നത്. പക്ഷേ പുഴ ഒഴുകുന്നത് താഴേക്കാണ്. താഴേക്ക് ഒഴുകുന്നു, വീണ്ടും താഴേക്ക് ഒഴുകുന്നു. പുഴയ്ക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ടെങ്കിൽ പുഴ പറയുമായിരുന്നു, ഞാൻ പോവില്ല, ഞാൻ പർവ്വതത്തിൻ്റെ മുകളിൽ തന്നെ നിന്നോളാം എന്നുള്ളത്. പക്ഷേ പുഴ ഒഴുകുകയാണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത് പുഴ ഒഴുകി അവസാനം എത്തിച്ചേരുന്നത് സമുദ്രത്തിലാണ്, അല്ലേ? ആ സമുദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പുഴയ്ക്കറിയാം തിരയടിച്ച് ഉയരാൻ സാധിക്കുമെന്നുള്ളത്. അതാണ്. തോൽക്കാനും കൂടി പഠിക്കണം ജീവിതത്തിൽ. തോൽവിയും വിജയവും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് മനസ്സിലാക്കി വെക്കണം എപ്പോഴും.
എല്ലാ കുട്ടികൾക്കും 1000 ആശംസകൾ. ഇനി മൺ സ്റ്റാർ സിംഗർ ജൂനിയറിലെ സെമി ഫൈനൽ സ്റ്റേജിലെ ടോപ്പ് സ്കോർ ആരാണെന്ന് നമുക്ക് നോക്കാം. 339 മാർക്സോടെ ശ്വേത അശോക്. കൺഗ്രാറ്റുലേഷൻസ് ശ്വേത. ശ്വേത മൺ സ്റ്റാർ സിംഗർ ജൂനിയറിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ കണ്ടസ്റ്റ് ചെയ്യും. സോ ഓൾ ദി ബെസ്റ്റ്. യു ആർ ഇൻ ടു ദ ഫൈനൽസ് ഓഫ് മൺ സ്റ്റാർ സിംഗർ ജൂനിയർ. കൺഗ്രാറ്റ്സ് വൺസ് അഗൈൻ ശ്വേത. താങ്ക് യു. സെമി ഫൈനൽ സ്റ്റേജ് ഓഫ് മൺ സ്റ്റാർ സിംഗർ ജൂനിയർ കഴിഞ്ഞിട്ട് 4 പേരാണ് ഡേഞ്ചർ സോണിൽ എത്തിയിരിക്കുന്നത്. സാധിക, ആതിര, വിഷ്ണു KG ആൻഡ് വിഷ്ണു കൃഷ്ണൻ. മൺ സ്റ്റാർ സിംഗർ ജൂനിയറിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ ആരൊക്കെ കണ്ടസ്റ്റ് ചെയ്യും എന്ന് നമ്മൾ ഇന്ന് അറിയും. സോ ഓൾ ദി ബെസ്റ്റ് 4 പേർക്കും. ഇന്ന് നിങ്ങൾക്കറിയാലോ പ്രൊസീജിയർ എങ്ങനെയാണെന്ന്. നിങ്ങൾക്ക് 3 മിനിറ്റ് സമയം തരും. ഒരു പാട്ടിന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ഏതെങ്കിലും ഒരു പാട്ടിന് പല്ലവി അനുപല്ലവി ഇവിടെ ആലപിക്കാം വിത്ത് ഓൺലി ശ്രുതി സപ്പോർട്ട്. ആൻഡ് സെമി ഫൈനൽ സ്റ്റേജിൽ നിങ്ങളുടെ ടോട്ടൽ സ്കോറായിട്ട് ഇന്ന് നിങ്ങൾ ഇവിടെ പാടുന്ന പാട്ടിന്റെ സ്കോറും ആഡ് ചെയ്തിട്ടായിരിക്കും ഇന്നത്തെ സെലക്ഷൻ പ്രോസസ്. സോ ഓൾ ദി ബെസ്റ്റ്. അനന്യ, പ്ലീസ് ജോയിൻ ദ പാനൽ ഓഫ് ജഡ്ജസ്. ആരാണ് ആദ്യം പാടാൻ എത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. സാധിക.